ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലത്തും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിക്കപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്ന് അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവൻ്റെ ഹൃദയത്തിൽ ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്നും നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗങ്ങളെയും ഈ ജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ. അവയെ ഉണ്ടാക്കുക കൊണ്ടു ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ശേം, ഹാം, യാഫേത്ത് എന്ന 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. എന്നാൽ ഭൂമിയിൽ ദൈവത്തിന് മുമ്പാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുൻപിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. നീ ഗോഫാർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക. പെട്ടകത്തിൻ്റെ അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെ എന്നാൽ, പെട്ടകത്തിൻ്റെ നീളം 3 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം. മുകളിൽ നിന്നും 1 മുഴം താഴെ അത് വയ്ക്കണം. പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം. താഴെയും 2-ാമത്തെയും 3-ാമത്തെയും തട്ടായി അത് ഉണ്ടാക്കണം. ആകാശത്തിന് കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വജഡത്തെയും നശിപ്പിക്കാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും. ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും. നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും. നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്നും തന്നെ ഈ 2 വീതം നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം. അവ ആണും പെണ്ണുമായിരിക്കണം. അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴജാതികളിൽ നിന്നൊക്കെയും ഈ 2 വീതം ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരണം. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നത്ര എടുത്ത് സംഭരിച്ചു കൊള്ളണം. അത് നിനക്കും അവയ്ക്കും ആഹാരത്തിനായിരിക്കണം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. ഇങ്ങനെ 6-ാം അധ്യായം അവസാനിക്കുന്നു.